മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു KSRTC ഡ്രൈവറുടെ ജോലി കൂടെ നഷ്ടമായിരിക്കുന്നു, ലൈസൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ലൈസൻസ് കട്ടാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. KSRTC ഡ്രൈവറുടെ ജോലി പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓർക്കുന്നത് KSRTC ഡ്രൈവറായിരുന്ന യദുവിൻ്റെ പേരാണെങ്കിലും ഇവിടെ ഇപ്പോൾ നടപടിയെടുക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു നിയമ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് നമുക്കറിയാം, ഓരോ അപകടങ്ങളും വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ്. അത്തരത്തിൽ അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചു എന്നത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ബസ് ഓടിക്കുന്നത് മൊബൈൽ ഫോണിൽ റീൽസ് കണ്ട KSRTC ഡ്രൈവറുടെ ലൈസൻസ് ആണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൊട്ടാരക്കര ഡിപ്പോയിലെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള അഭിജിത്തിനെതിരെയാണ് എൻഫോഴ്സ്മെന്റ് RTOയുടെ കർശനമായിട്ടുള്ള നടപടി. 2 മാസത്തേക്ക് ഇയാൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ കാലയളവിൽ ഇയാൾക്ക് മറ്റ് വാഹനങ്ങൾ ഓടിക്കാനുള്ള അനുമതിയും നൽകിയിട്ടില്ല. കൊട്ടാരക്കരയിൽ വെച്ച് സർവീസ് നടത്തുന്നതിനിടെ ഡ്രൈവർ നിരന്തരം മൊബൈൽ ഫോണിൽ റീൽസ് കാണുന്നത് ശ്രദ്ധിച്ചതിന്റെ ഭാഗമായിട്ട് ബസ്സിലെ യാത്രക്കാർ അത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർക്ക് ഇപ്പോൾ ജോലി തെറിച്ചിരിക്കുന്നത്. തുടർന്ന് യാത്രക്കാർ ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് അറിയിക്കുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഓഫീസിൽ ഇയാളെ വിളിച്ചു വരുത്തുകയും മൊഴിയെടുത്തതിന് ശേഷം അധികൃതർ നടപടി എടുക്കുകയും ചെയ്തതെന്നാണ് വിവരം. വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായി അഭിജിത്ത് തന്നെ സമ്മതിച്ചത് കൊണ്ട് തന്നെ റീൽസ് കണ്ടിട്ടില്ല എന്നുള്ള മൊഴിയാണ് നൽകിയതെങ്കിലും വാഹനം ഓടിക്കുന്നതിനിടെ ഫോൺ ഉപയോഗിച്ചു എന്നത് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി എടുത്തിരിക്കുന്നു. പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO ഉൾപ്പെടെ അറിയിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഓരോ ദിവസവും റോഡ് അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ പറയുന്നത് പോലെ ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനമാണ് ഇത്തരം അശ്രദ്ധകൾ എന്നൊക്കെ പറയുന്നത്. അത്തരം നിയമ ലംഘനങ്ങൾക്കൊക്കെ എതിരെ എടുക്കുന്ന നടപടികൾ അതിന്റെ തീവ്രത കുറഞ്ഞു പോയതാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരെ ആവർത്തിക്കാനുള്ള കാരണം എന്നുള്ള സംശയം ഇല്ലാതില്ല. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ഗതാഗത നിയമങ്ങൾ കുറച്ചുകൂടെ കർശനമാക്കി ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ളൊരു ആവശ്യം ഇതോടുകൂടെ ഉയരുന്നു. ഇന്ത്യക്ക് പുറത്ത് കർശന നടപടികളാണ് ഇത്തരം ഗതാഗത നിയമലംഘനങ്ങൾ ഉണ്ടായാൽ എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യത്തും ആയിക്കോട്ടെ വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറയുന്നത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കൃത്യമായിട്ട് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒക്കെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്കൊക്കെ എത്തുമ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകമാണ്. പല ആളുകളും വളരെ നിസ്സാരമായിട്ടാണ് ഈ ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആ ഒരു രീതിയിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് നമ്മുടെ നാടും എത്തുകയാണ് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം ഇപ്പോൾ ഇത്തരത്തിൽ യാത്രക്കാർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേസമയം ഈ അപകടം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർക്കുന്ന ഒരു അപകടമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് നടന്നൊരു അപകടം. അത് ഒരു ദുരന്തമായി മാറാമായിരുന്ന ഒരു അപകടമാണെങ്കിൽ പോലും മലയാളിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മനുഷ്യ മനസ്സ് എത്രത്തോളം വിശാലമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു അപകടമാണ് അത്. അതായത് അപകടത്തിൽ വസ്ത്രങ്ങൾ മുഴുവൻ കീറിപ്പോയ ഒരു സ്ത്രീക്ക് ഒട്ടും മടിക്കാതെ സ്വന്തം വിവേക ബുദ്ധി കൊണ്ട് തൻ്റെ ഉടുമുണ്ട് ഊരി നൽകി മാതൃകയായ ഒരു സാധാരണക്കാരനായ ചായ വിൽപ്പനക്കാരനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം ആളുകൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ചായ വിൽപ്പനക്കാരന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്ന ഒരു വാഹനാപകടമാണ് ഇത്. തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ട മരട്ടിപ്പറമ്പിൽ MR ഷാജി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ആ ഒരു പെൺകുട്ടിക്ക് രക്ഷകനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. കടയിൽ ചായ നൽകാനായി സൈക്കിളിൽ എത്തിയതായിരുന്നു ഷാജി. ഈ സമയത്താണ് ആ ഒരു സ്ഥലത്ത് അപകടമുണ്ടാകുന്നത്. പ്രൈവറ്റ് ബസിന്റെ മുൻ ചക്രത്തിനടിയിലേക്ക് യുവതി വീഴുകയായിരുന്നു. പ്രദേശത്തുണ്ടായിരുന്നവർ ഓടിയെത്തിയപ്പോൾ ബസ് പിന്നോട്ട് നീക്കി സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നത് കണ്ടു. എന്നാൽ റോഡിലൂടെ മീറ്ററുകളോളം വലിച്ചിഴച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും കീറിപ്പോയ അവസ്ഥയിലായിരുന്നു. ഇവരെ എഴുന്നേൽപ്പിച്ച ഉടൻ ഷാജി താൻ ഉടുത്തിരുന്ന മുണ്ട് അഴിച്ച് അവരെ പുതപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സമീപത്തെ കടയിൽ
നിന്ന് ഷാജി മറ്റൊരു മുണ്ട് വാങ്ങി ഉടുക്കുകയായിരുന്നു. അപ്പോൾ വേറൊന്നും മനസ്സിൽ വന്നില്ല. ആ സ്ത്രീയുടെ വസ്ത്രങ്ങളെല്ലാം ടയർ കയറി അരഞ്ഞ് കീറിപ്പോയ അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തോന്നിയത് മുണ്ടഴിച്ച് അവരുടെ ശരീരം മറയ്ക്കാനാണ്. അവൾക്കൊരു പ്രയാസം ഉണ്ടാകരുതല്ലോ എന്ന് തോന്നി. പിന്നെ എല്ലാവരും കൂടി ഓട്ടോയിൽ കയറ്റി അവരെ രക്ഷപ്പെടുത്തി എന്നൊക്കെയാണ് ഷാജി ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വിഷയമാണ്. അപകടത്തിൽപ്പെട്ട വസ്ത്രം മുഴുവൻ കീറിപ്പോയ സ്ത്രീക്ക് സ്വന്തം ഉടുമുണ്ട് അഴിച്ചു നൽകിയ ഷാജിക്കിപ്പോൾ താൻ ചെയ്തത് വലിയ കാര്യമാണ് എന്നൊന്നും തോന്നുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണെങ്കിലും സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ അത് വലിയ കാര്യം തന്നെയാണ്. കാരണം പെട്ടെന്ന് സമയോചിതമായിട്ടൊരു നടപടി എടുക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. തനിക്ക് അപ്പോൾ അങ്ങനെ തോന്നിയത് കൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്നാണ് ഈ 53 വയസ്സുകാരനായിട്ടുള്ള ഷാജി വളരെ നിസ്സാരമായിട്ട് ഇത് പറയുന്നതെങ്കിലും അയാൾ എത്രമാത്രം സമയോചിതമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ എറണാകുളത്തേക്ക് തിരിയുന്നതിനിടെ ഇത്തരത്തിൽ മനസാക്ഷി നടക്കുന്ന ഒരു അപകടം ഉണ്ടാകുന്നത്. അതിദാരുണമായിട്ടുള്ള ഒരു അപകടമായിരുന്നു. മുളന്തുരുത്തി സ്വദേശിനിയായിട്ടുള്ള 56-കാരി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ എറണാകുളത്തേക്ക് തിരിയുകയായിരുന്ന സ്വകാര്യ ബസ്സിനിടയിലേക്ക് വീണാണ് അപകടം സംഭവിക്കുന്നത്. ബസിന്റെ മുൻ ചക്രത്തിനിടയിലേക്ക് വീണ സ്ത്രീയെ റോഡിലൂടെ മീറ്ററുകളോളം ബസ് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയുമുണ്ടായി. നാട്ടുകാരുടെ വലിയ ബഹളം കേട്ടാണ് ബസ് ജീവനക്കാർ വണ്ടി നിർത്തുന്നത്. തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്നവർ ഓടിയെത്തി ബസ് പിന്നോട്ട് നീക്കിയാണ് ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തിയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഭയാനകമായിട്ട് കാഴ്ച കാണുന്നത് എന്ന് രക്ഷകനായി എത്തിയ ഷാജി ഓർത്തെടുക്കുന്നു. ബസിന്റെ ടയർ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുരുമ്മി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ആളുകൾ ചേർന്ന് അവരെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് റോഡിലൂടെ വലിച്ചിഴക്കപ്പെട്ടതുകൊണ്ട് തന്നെ അവരുടെ അരയ്ക്ക് താഴോട്ട് വസ്ത്രങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി കീറിപ്പോയ നിലയിലാണ് ഇന്ന് കാണുന്നത്. ആ പരുങ്ങലിൽ മറ്റൊന്നും ചിന്തിക്കാനോ വസ്ത്രങ്ങൾ വാങ്ങി വരാനോ ഒന്നുമുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഉടൻ തന്നെ തന്റെ വസ്ത്രം അഴിച്ചു നൽകിയെന്നാണ് ഷാജി പറയുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ അന്തസ്സിനും സാഹചര്യത്തിനും പ്രയാസം ഉണ്ടാകരുതെന്ന് കരുതി ഷാജി തൽക്ഷണം താൻ ഉടുത്ത ഉടുമുണ്ട് അഴിച്ചു നൽകിയത് ഇപ്പോൾ വലിയ കയ്യടി നേടാൻ അവസരമൊരുക്കുകയാണ്. ഈ സമയത്ത് താൻ മുണ്ടുടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചോ സ്വന്തം നാണത്തെക്കുറിച്ചോ ഓർത്തില്ല എന്നും ഒരു സ്ത്രീയെ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ആശുപത്രിയിലേക്ക് വിടുന്നതിനെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്ന് മാത്രമായിരുന്നു തന്റെ മനസ്സിലെന്നും ഷാജി പ്രതികരിക്കുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് സ്ത്രീയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് അടുത്തുള്ള കടയിൽ ഒരു പയ്യൻ ഷാജിക്ക് ഉടുക്കാൻ മറ്റൊരു മുണ്ട് കൊണ്ടുവന്നത്. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വലിയ ശബ്ദം കേട്ടാണ് താനും അവിടേക്ക് എത്തുന്നതെന്നും മറ്റൊരാളും ഓടിയെത്തിയിരുന്നുവെന്നും ഇത്തരമൊരു കാഴ്ച ജീവിതത്തിൽ ആദ്യമാണ് എന്നും ഇവരുടെ ശരീരത്തിൽ തൊട്ടാണ് ടയർ നിന്നിരുന്നത് എന്നൊക്കെ ആ ഒരു ഭയാനക അവസ്ഥ ഓർത്തെടുക്കുകയാണ് ഷാജി. എന്തായാലും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനാപകട ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നിയമലംഘനങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം വാഹനാപകടങ്ങളിൽ ഒട്ടുമിക്കതും ഉണ്ടാകുന്നത് യാത്രക്കാർ എന്നതിനേക്കാൾ ഉപരി ഡ്രൈവർമാരുടെ ഒരു അശ്രദ്ധ കാരണമാണ്. ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഡ്രൈവർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ഫോണിൽ ശ്രദ്ധിച്ച് അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ച് അതൊരു വലിയ അപകടത്തിന് കാരണമാകാനുള്ള സാഹചര്യം അടക്കമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി നിയമം കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഗതാഗത നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഡ്രൈവറുടെ അടക്കം സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അത്തരം സാഹചര്യങ്ങൾ മറികടക്കാതിരിക്കുക, നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ വാഹനങ്ങൾ ഓടിക്കുക എന്നുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്നത്.